പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഉൾക്കാഴ്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബജീവിതവും ഉപേക്ഷിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ആത്മീയ നിറവിന് വേണ്ടി ശരിയായ ദിശയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച വൈദികരെ, അവരെ ചേർത്ത് പിടിക്കേണ്ടുന്ന മെത്രാന്മാർ, അവരുടെ അറിവോടും സമ്മതത്തോടും കൂടി, അവരുടെ അനുവാദത്തോടു കൂടി ഈ കഴിഞ്ഞ ജനുവരി 11 ശനിയാഴ്ച വെളുപ്പിന് 21ഓളം വൈദികരെ പോലീസിനെ ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് സീറോ മലബാർ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട മെത്രാന്മാർ ഇതിനെ അപലപിച്ചില്ല? എന്തുകൊണ്ടാണ് ഈ മെത്രാന്മാർ ഇതിന് കുടചൂടുന്നത്, കൂട്ടുനിൽക്കുന്നത്? നമ്മുടെയൊക്കെ മനസ്സിനെ വളരെയധികം അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യമാണ് അന്ന് നടന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യർ പല തരത്തിലുള്ള അസന്നിഗ്ധാവസ്ഥകളും അസ്വസ്ഥതകളും ഭയാശങ്കകളും സങ്കീർണതകളും നിലനിൽക്കുന്ന, നാളെപ്പറ്റി ഉത്കണ്ഠാകുലരായിട്ടുള്ള ആശങ്ക നിറഞ്ഞ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇവിടെ സകല മനുഷ്യരുടെയും കണ്ണുനീർ തുടച്ചു നീക്കപ്പെടുന്ന ഒരു നവലോകമായിരിക്കണം അധികാരികളുടെ ലക്ഷ്യം. എന്നാൽ ഇന്ന് നടമാടുന്നത് ക്രിസ്തീയത അല്പം പോലും ഇല്ലാത്ത, ക്രിസ്തീയ ഗുണങ്ങൾ ലവലേശമില്ലാത്ത ഒരു പറ്റം ആളുകളെ ചേർത്ത് നിർത്തിയാണ് ഈ മെത്രാന്മാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുക എന്നുള്ളതാണ്. ഈ തരുണത്തിൽ ഈ ദൈവനിഷേധകമായ വ്യക്തികളെ അല്ലെങ്കിൽ സംഘങ്ങളെ കൂട്ടുചേർന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മെത്രാന്മാരുടെ ചില പ്രവൃത്തികളെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആലഞ്ചേരി ഈ ഭൂമി തട്ടിപ്പും കുംഭകോണവുമായി നടത്തിയ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നമ്മുടെ ആലുവയ്ക്കടുത്തുള്ള ഒരു വ്യക്തി ഭൂമി വിൽപ്പനയും ആയി സംബന്ധിച്ച് എറണാകുളത്ത് ഭൂമി കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് ഭൂമി വാങ്ങാം എന്ന് കരുതി ആലഞ്ചേരിയെ സമീപിച്ചു. ആലഞ്ചേരി ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പൈസ മുഴുവനും ഒന്നിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ സ്ഥലത്തിൻ്റെ 4 കോടി രൂപ ആലഞ്ചേരി മുഴുവൻ തുകയായിട്ട് വാങ്ങി സ്ഥലത്തിൻ്റെ. എന്നാൽ ഇത് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ജനങ്ങളും ഈ ഭൂമി കുംഭകോണത്തെ പറ്റി മനസ്സിലാക്കിയപ്പോൾ അതിനെ എതിർത്ത് കോടതിയിൽ കേസ് കൊടുത്തതുകൊണ്ട് ആലഞ്ചേരിക്ക് ഈ ഭൂമി കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആലഞ്ചേരിയോട് ഈ പണയം തിരികെ ചോദിച്ചു. ആലഞ്ചേരി എന്താ പറഞ്ഞത്? ഞാൻ ഒരു നമ്പർ തരാം, അവരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ആലഞ്ചേരിയുടെ കയ്യിൽ നിന്ന് ആ നമ്പർ വാങ്ങി ആ നമ്പറിൽ ഫോൺ വിളിച്ചപ്പോൾ മലപ്പുറത്ത് ഉള്ള ഒരു മുസ്ലിം തീവ്രവാദി സംഘടനയുടെ നേതാവിലേക്കാണ് ആ ഫോൺ കോൾ പോയത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നേരിട്ട് വരിക, കാര്യങ്ങൾ സംസാരിക്കാം. പണം കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചില്ല. പിന്നീട് ഈ പണം മുടക്കിയ ആള് അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ
അദ്ദേഹം ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവാണെന്നും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ആലഞ്ചേരിയുമായി ചേർന്ന് വലിയ ഇടപാടുകൾ നടത്തുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് പണത്തിനധികം സൗകര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ 4 കോടി രൂപ പോയി എന്ന് വിചാരിച്ച് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഓർത്ത്, ആ കുടുംബത്തിലെ മക്കളെ ഓർത്ത്, ഭാര്യയെ ഓർത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ആ 4 കോടി പോകട്ടെ എന്ന് വെക്കാനാണ് പറഞ്ഞത്. കാരണം ആ 4 കോടി രൂപയുടെ പുറകെ പോയാൽ അയാളുടെ ജീവിതവും അയാളുടെ കുടുംബവും നശിക്കുമെന്ന് പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അന്യമതസ്ഥരായ വ്യക്തികളുമായിട്ട് സംഘടനകളുമായിട്ട് കൂട്ടുചേർന്നാണ് ആലഞ്ചേരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ആത്മീയ നന്മ ഈ സമൂഹത്തിന് ലഭിക്കുമോ? അയാളുടെ അനുവാദത്തോടും അയാളുടെ നിർദ്ദേശത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സിനഡിലെ കുറെ മെത്രാന്മാരാണ്, നാണം കെട്ടവരാണ് നമുക്കുള്ളത് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. സ്വന്തം മതത്തിൽ തന്നെ മദ്യവും മദ്രാക്ഷിയുമായി നടക്കുന്ന ഒരുപറ്റം ആളുകളെ കൂട്ടുപിടിച്ചാണ് ഈ മെത്രാന്മാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈയിടെ നടന്ന സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പാലക്കാപ്പള്ളി എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഗുണ്ടാപ്പടയാളികളായ MTNS പറഞ്ഞത് 3 മാസം കൊണ്ട് നമ്മൾ 9 എണ്ണത്തെ ചട്ടിയിലാക്കി, 6 മാസം കൂടി കിട്ടിയാൽ നമ്മൾ 100 എണ്ണത്തെ ചട്ടിയിലാക്കും. ആരുടെ കാര്യമാണ് പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞു, സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വന്ന ജീവിതം, കുടുംബജീവിതം ഉപേക്ഷിച്ച് വന്ന ആ സഹോദരങ്ങൾ വൈദികരായി ആത്മീയ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ പാലക്കാപ്പള്ളി എന്ന് പറയുന്ന ഒരു ക്രൂര വിനോദ നിഷ്ഠൂരനായ ക്രിസ്തീയത അല്പം പോലും ഇല്ലാത്ത ആ മനുഷ്യൻ പറയുന്നു, ഞങ്ങൾ 9 എണ്ണത്തിനെ ചട്ടിയിലാക്കി, ഇനി 100 എണ്ണത്തിനെ കൂടിയും അധികം വൈകാണ്ട് ചട്ടിയിലാക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനമേ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ സഭയെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് സീറോ മലബാർ സഭയുടെ അധിപന്മാരായ മെത്രാന്മാരുടെ ലക്ഷ്യം. നമ്മൾ വളരെ ശക്തിയുക്തം ഇതിനെ എതിർക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഒരിക്കലും തളരരുത്, നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. ഇനിയും ഇപ്പോൾ പാമ്പ്ലാനി വന്നു, നമുക്കെന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഒരു ഗുണവും പ്രതീക്ഷിക്കേണ്ട. അവരുടെ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു മെത്രാനും ഈ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ അതിരൂപതയുടെ നേതൃത്വത്തിലേക്ക് വന്നാൽ ഒരിക്കലും അവരിൽ നിന്ന് ഒരു നന്മയും നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ. ഈ ലോകമുണ്ടായ കാലം മുതൽ ദൈവം ലോകത്തെ, മനുഷ്യ സമൂഹത്തെ നവീകരിച്ചത് മനുഷ്യരിലൂടെയാണ്. സഭ അടിമുടി ധൂർത്തും ദാർഷ്ട്യവും നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതിനെ ശുദ്ധീകരിച്ചം ചെയ്ത് നവീകരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തെയാണ്. പുരോഹിതരും വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്ന ദൈവജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഉറച്ചു നിൽക്കണം. എങ്ങനെ ഉറച്ചു നിൽക്കണം എന്ന് ചോദിച്ചാൽ, കടലിൻ്റെ തീരത്ത് പാറ നിൽക്കുന്നത് പോലെ അനേകം തിരമാലകൾ ഈ പാറയിൽ ആഞ്ഞടിക്കും, പാറയ്ക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവുകയില്ല. അതിസങ്കീർണമായ കാലാവസ്ഥ വന്നാലും പാറ കുലുങ്ങാതെ അവിടെ നിൽക്കും. കടൽ തീരത്ത് നിൽക്കുന്ന പാറ പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം ഈ സങ്കീർണമായ ഈ അവസ്ഥയിലും ശക്തമായി നിലനിൽക്കണമെന്നും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നേറിയാൽ ഈ മെത്രാന്മാരുടെ നാശം നമുക്ക് കാണാൻ കഴിയുമെന്നും ഈ സമൂഹത്തെ നവീകരിക്കാൻ നമുക്ക് സാധിക്കുമെന്നും
ദൈവരാജ്യം പ്രത്യാശയോടെ നോക്കുന്ന, അല്ലെങ്കിൽ പ്രത്യാശയിൽ ജീവിക്കുന്ന നമുക്ക് ഈ നവീകരണ ശുദ്ധീകരണ പ്രക്രിയയിൽ സജീവമായ പങ്കാളിയാകാൻ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ എൻ്റെ അഭ്യർത്ഥന. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.